ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കാനുള്ള പരിപാടിയായിരുന്നു, പക്ഷെ നല്ല മഴയാണ്, ഒന്നുകൂടെ നടക്കില്ല. അപ്പോൾ നമുക്കൊരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വാ, എൻ്റെ പേരെന്താണ്? നിസാമല്ല, ചിന്നപ്പ. എൻ്റെ പേരെന്താ? റാസിക്. എൻ്റെ ഇരട്ട പേര് പറയാം. എൻ്റെ പേരെന്താണ്? ഷിനാസ്. എടാ, ഇവിടെ വേറെ എടുത്തുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്റെ പേരെന്താ? ഹലോ പറഞ്ഞ. ഹലോ, ഇത് ചൈനയുടെ ഏത് വേറൊരു ഭാഷയാണ്. എന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുക്ക്. നേരെ പറഞ്ഞു കൊടുക്കണേ. ഷഹനാസ്. അപ്പൊ ഞങ്ങളെ പേരും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഇപ്പൊ കുറെ ആൾക്കാരായി ചോദിക്കുന്നു, ഞങ്ങൾ വീഡിയോ അങ്ങനെ എടുക്കല്, വീഡിയോ ആരാ എടുത്തരല്ലേന്ന്. അപ്പൊ വീഡിയോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇപ്പൊ ഞങ്ങൾ മൂന്നാളാണ് മെയിനായിട്ട് എല്ലാ വീഡിയോസിലും ഉണ്ടാവുക. ഇതൊക്കെ കുറവല്ലേ? എന്താണ് പറയാനുള്ളത്? ഇവനൊക്കെ ഡിമാൻഡ് പറഞ്ഞ ഇപ്പം ഞാൻ ഒന്നും പറയില്ല. അനക്ക് എന്താ പറയാനുള്ളത്? ഹലോ, പറയടാ. പിടിച്ച് കരയല്ലേ നിനക്ക്? അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ മൂന്നാളേക്കാരം മെയിനായിട്ട് വീഡിയോയിൽ ഉണ്ടാവാം. നോക്കണത് നമ്മൾ മൂന്നാളാണ് മെയിനായിട്ട് വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ എടുത്തു തരിക. ഇപ്പം നമ്മൾ മൂന്നാളുള്ള സീനാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഫ്രെയിം ഞങ്ങൾ മൂന്നാളെ പൊതുവെ കാണിക്കാറ് കുറവാണ്. പറ എൻ്റെ ഓൻ്റെ ആദ്യം കഴിയട്ടെ. ദിക്കര മുട്ടെടുത്ത് കൈ കൊടുക്ക് പോ. ഇപ്പം നമ്മളിപ്പോൾ എവിടെ പറഞ്ഞിരുത്തി? എവിടെടാ? മൂന്നാളെ വീഡിയോ എടുക്കണ്ടേ. ഇപ്പം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ വെച്ചെടുക്കുന്നതിൽ ഞാൻ ഈ കാലം ഒരു വീഡിയോ എടുക്കുക. പിന്നെ വീഡിയോ എടുക്കാൻ നല്ല കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഈ കാണുന്ന മാതിരിയൊന്നുമല്ല. വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ മഴ പിന്നെ ഇപ്പം മഴക്കാലമാണ്, മഴ പെയ്യാതിരിക്കാൻ വേറൊരു വഴിയില്ല. മഴ പെയ്യുന്ന ചെയ്യും. എന്താ എനിക്ക് പറയാനുള്ളത്? മഴനെ പറ്റി എന്താ പറയാനുള്ളത്? വീഡിയോയിലൊക്കെ അധികം നല്ല നിൽക്കാറില്ലേ? പിന്നെ എടാ, ഈ ഒരു കാര്യം പറയാം. സിബ് എന്നിട്ടോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഉണ്ടാ പിന്നെ ഇവിടെ ഇപ്പം നിക്കര മുട്ടി കിട്ടിയില്ലേ? ഈ വീഡിയോ എടുക്കാനുള്ള പാടെന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഭയങ്കര ഇടങ്ങാറാണ്. രാവിലെ നേരത്തെ നീക്കണം. ഇവളൊക്കെ നീക്കാൻ തന്നെ 12 മണിയാവും. ഞാൻ നേരത്തെ നീക്കും. ഇപ്പം വരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിക്ക് സംഭവം പണിയുണ്ട്, എനിക്ക് പണിയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇവനിക്ക് കടലില്ലാത്ത ദിവസം ഇവനെ 12 മണിക്ക് ഞാൻ വിളിക്കും, വീഡിയോ എടുക്കണം. അപ്പോൾ ഇപ്പം വരിക 12 മണിക്ക് വിളിച്ചാൽ നമുക്ക് 12 മണിക്കാണ് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഇവനത്ത് വിളിച്ച് പറയും 11 മണിക്ക് വീഡിയോ എടുക്കണം എന്ന്. എന്നാലും അപ്പോൾ 12 മണിക്ക് എത്തുള്ളൂ അല്ലേ? ടൈമിൽ അത് കറക്റ്റ് ടൈമാ. എന്നിട്ട് ഇവളൊക്കെ നീക്കണം തന്നെ ഉണ്ടെങ്കിൽ 12 മണിയാവും. ഇവളൊക്കെ ഒരുക്കൊക്കെ പാടെ കഴിഞ്ഞ് ഇപ്പോൾ ആരാന്ന് തന്നെ നോക്കറിയില്ല. 1 മണിയാവും ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണ കഷ്ടപ്പാട്. പിന്നെ വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, ചില്ലറ പണിയൊന്നുമല്ല. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പിന്നെ എടുക്കുന്നത്. അത് വേറെ കാര്യം. എന്താ അടുത്തോട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം പഴയ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ വീട് വെച്ച് ഇങ്ങോട്ട് മാറി. അപ്പോൾ ഈ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇന്നത്തെ റീൽ എടുക്കലൊക്കെ ക്യാൻസലായി അല്ലേ? ഇത് ചൈനയിലുള്ള ഏതൊരു ഭാഷയാണ്, അതാണ് പറയുന്നത്. കുറേ നേരം അതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഞാൻ ഈ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഞാൻ വീടിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം എന്തിനാ വെറുതെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ചെറിയൊരു വെളിച്ചമൊക്കെ കാണാനുണ്ട്, പക്ഷെ എന്നാലും വീഡിയോ എടുക്കൽ ടാസ്ക്കാണ്. എന്താണൊക്കെ പറയുന്നത്? വീഡിയോ എടുക്കാനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം എന്തിനൊക്കെ പറയാം? വീഡിയോ എടുക്കാനുള്ളൊരു വീഡിയോ പിന്നെ ചെയ്യാനുള്ളൊരു ഇതെന്തുകൊണ്ടാണ് വന്നത്? എനിക്ക് പിന്നെ ചെയ്യാനുള്ള ഇതല്ല വന്ന് ചെയ്യണേന്ന് പോവാനുള്ളൊരു ഇതാ വന്നത്. അതുപോലെ വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഞാനാണ് ഇതിൻ്റെ മെയിൻ. കാരണം ഫുള്ള് കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണ്.
അനക്കെന്താ പണി ഇജ്ജ് പറഞ്ഞ ഇതിനിപ്പോ കണ്ടന്റ് ആണെങ്കിലും ഫുള്ള് കണ്ടന്റ് ഉണ്ടാക്കാൻ ഞാനാണ്. അതെ, ഫുൾ കണ്ടന്റ് ഇരുന്ന് ആലോചിച്ചുണ്ടാക്കി ഇവനൊക്കെ വിളിച്ച് ഇവനൊക്കെ ഞാൻ കണ്ടന്റ് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ഇവനക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പറയും എന്താ അങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കിയാലോ. പക്ഷെ അതിൽ കാര്യമില്ല. കട്ട് ചെയ്ത് നല്ല റെഡി ആവില്ല ഒക്കെ അറിയാം അല്ലേ. ഇജ്ജ് കാണില്ല ഞാൻ വീഡിയോ എടുക്കല് എത്ര നേരം നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കും? 10 മിനിറ്റ് 10 ഞാൻ മണ്ടക്ക് കിട്ടും. ഇന്നപ്പോ 100 വീഡിയോ 20 മിനിറ്റ് 20 മിനിറ്റ് കുറച്ച് കുറഞ്ഞല്ലേ ഉള്ളത് പറയാം. അരമണിക്കൂർ ഇജ്ജ് പറയാം 1-2 മണിക്കൂർ 2 മണിക്കൂർ ഇജ്ജ് പറയാം എത്ര 2 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും വീഡിയോ എടുത്ത് കഴിയണമെങ്കിൽ. പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ ചില നേരത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട ഒരു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ചെക്കനെ പിടിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ കോപ്പി റൈറ്റ് വന്നിട്ടാണ് പോകും. കോപ്പി റൈറ്റിൻ്റെ കാര്യം അപ്പോൾ ഒരു സുഖം കിട്ടാണ്ട് എവിടെയാ സാധനം കിട്ടും. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ വീഡിയോ കൊളാക്കല്ലടാ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ വയ്ക്കുന്നത്? അഭിനയം പറഞ്ഞാൽ അതല്ല കേട്ടോ. എന്താ അതിന് പിടിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ബ്രദർ സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റണമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനൊരു എന്താ ഇതിന് പറഞ്ഞു തരാം ഒന്ന് ആലോചിച്ചോട്ടെ. ഇത്തിരി അടിപൊളിയായിട്ട് നിൽക്കുന്നതിന് നമ്മളെ ആൾക്കാരാകുമ്പോൾ നമുക്ക് വിഷയമല്ല. കാരണം പുറത്ത് വേറെ ആരെങ്കിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല മടിയാണ്. വേറെ കാര്യം ഇതാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ പുറത്ത് എവിടെയെങ്കിലും പോയി അഭിനയിക്കുമ്പോൾ ഒക്കെയാണ് നല്ല സീനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെയും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ് ചെയ്യാത്ത ആൾക്കാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം, പിന്നെ ആ ഓള് നക്കി വെക്കുക അല്ലേ അല്ലേ പറയാം. സബ്സ്ക്രൈബ് ചെയ്യണം പറയാം. അത് കുഴപ്പമില്ല ഉള്ള പനി പറഞ്ഞത്. സബ്സ്ക്രൈബ് എന്താ കാട്ടണത്? എന്താ കഥ ചോദിക്കട്ടെ? എങ്ങനെയുണ്ട് അതിൻ്റെ കൈ നീപ്പിച്ചെടുത്തഞ്ഞ്? ലാ ഹൗല വലാ വീട് കൈ പറ്റി. മിക്സ് വേണ അതാ. അപ്പൊ നമുക്കേ ക്യാമറ പിടി വാ, എല്ലാരും വാ. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ കാണാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് കറക്റ്റാണ്. സിറ്റ് ഔട്ടിൽ വരുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പിടി. ഒരു ഷൂറാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഹെൽമെറ്റ്. അത് ഇപ്പം എൻ്റെ ഹെൽമെറ്റാണ്. പിന്നെ അത് തുറക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹാള് വരുന്നത്. ഹാളത്തെ ലൈറ്റൊക്കെ ഒന്ന് ഇടാ. എല്ലാ ലൈറ്റ് ഇട്ടോ. നല്ല ഇതാണ് നമ്മളെ ഹാള് വരുന്നത്. ഇതാ. പിന്നെ ഇത് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കിട്ടിയൊരു പ്ലേ ബട്ടണാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടിയാണ്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. അത് കാണിച്ചു കൊടുക്ക്. അത് ഇപ്പോൾ ക്യാമറ എടുക്കുന്നത് അനിയനാണ്. അപ്പോൾ ഓര് ഔട്ട് വെച്ചൊരു പാട്ട് ഇല്ല, ഇത് വീഡിയോയിൽ കാണിച്ചു കൊടുത്താൽ ചിലപ്പം വീഡിയോ ബ്ലോക്ക് ആവും. അത് വേറെ കഥ, ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുക്കള വരുന്നത്. ഇവിടെയൊക്കെ വെളിച്ചങ്ങളിടാ, സ്വിച്ചുകളിടാ. പിന്നെ ഇത് മഴക്കാലം ആയതുകൊണ്ട് പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതൊന്നും പറഞ്ഞ തോക്കെടുത്ത് പൊട്ടിക്കരുത്. അപ്പോൾ വേറെ സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോക്കേസ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ചില്ലറ സാധനങ്ങൾ പറഞ്ഞാൽ അതിനൊരു ഇതുണ്ട്, ഒരു ബോക്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ക്ലോക്ക് വെക്കാൻ ഞാൻ ഇവിടെ പുതിയ വീടായതുകൊണ്ട് ആന അടിച്ച് കഴിഞ്ഞാൽ ചുമര് പൊളിയും വേണ്ടി ഞാൻ അവിടെ ആന അടിച്ച് വെച്ചിട്ടില്ല, ക്ലോക്ക് വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് ചില്ലറ ഓളുടെ കുറേ മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഉണ്ടാണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. അല്ല ഇതെന്താണ് ഡൈനിങ് ഹാള്. അപ്പോൾ അത് നമ്മുടെ ചെറിയ ഹാള്. ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ ആകെ മൊത്തത്തിൽ ചെറിയ സ്ഥലത്താണ് നമ്മളൊരു വാഷ് ബേസ് തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയ വാഷ് ബേസ്. ഇങ്ങോട്ട് വാ. അപ്പോൾ ഇത് റൂമാണ്. റൂമിനെ പറ്റി ഞാൻ വേറെ ഫുൾ ഡീറ്റെയിൽ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് ഞാൻ പിന്നെ വീഡിയോ നേരെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇത് എൻ്റെ റൂമാണ്. ഇതിൻ്റെ റൂം പിന്നെ കാണിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഇടുവാ പോ. ഇല്ല ഇതിൻ്റെ റൂം കാണിക്കാൻ പറ്റില്ല, അത് കുറച്ച് സീനാണ്.
ആ അടുക്കള കാണിച്ചില്ല വാ ഈ അടുക്കള ഓരോ സാധനങ്ങൾ പേരല്ലേ വാ ആരാണ് ഇവിടെ ഉള്ളത് ഉമ്മ ഉണ്ടോ അപ്പോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഈ കിടക്കുന്നത് ഞങ്ങളുടെ പൂച്ച എല്ലായിടത്തും പൂച്ച ഇറച്ചി മീനൊന്നും തിന്നൂല ഇങ്ങനത്തെ പൂച്ചകൾ ഫുഡ് തന്നുള്ളൂ ഞങ്ങളുടെ പൂച്ച ഇറച്ചി മീനൊക്കെ തിന്നും പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് വരുന്നത് ഫ്രിഡ്ജ് പിന്നെ ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല കാരണം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇത് നമ്മുടെ അടുക്കള പിന്നെ വല്ലാണ്ട് എനിക്കറിയില്ല നമ്മുടെ അടുക്കള കയറാത്തതുകൊണ്ട് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല വാ റേഷൻ കാർഡ് കളിക്കല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വീട് കയറാം പിന്നെ മേലൊക്കെ എടുക്കണം ഇൻഷാല്ലാ എന്തായാലും എടുക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീട് അപ്പൊ ഇനി എല്ലാവരും ഇവിടെ ഇരിക്കും ബാ ഇടാ പാടാ ഇനി എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുക ഞങ്ങൾക്ക് കുറച്ചേരം ഒന്ന് കഥ പറയാം ബാ ക്യാമറ വാ അപ്പൊ ക്യാമറ എടുക്കുന്നത് നമ്മുടെ അനിയനാണ് ഓ മെയിനാണ് ഒന്ന് ഇറക്കി വിട്ടാ എടാ ആ ഫാൻ നിറ നിസാമേ ആ ഫാൻ നിടും അപ്പൊ ഇതാണ് ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷം ഇതല്ല അത് മാറണ അവിടെ അതില് ഇത്രയൊക്കെയാണ് അതാ ആ രണ്ടാമത്തെ അതന്നെ അത് കറങ്ങും ആ റിമോട്ട് അവിടെ വേണ്ട ഇനി നമ്മൾ ഷോ പറയായിരിക്കും അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഇനി വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത്രേ നമുക്ക് പറയുള്ളൂ ഇതേമാതിരി വ്ളോഗ് ചെയ്യലോടാ അതേമാതിരി നമുക്ക് ഇനി വ്ളോഗ് ഇനി ഉഷാറാക്കണം കുറച്ചും കൂടി സെറ്റപ്പ് നമ്മൾ സെറ്റാക്കണം അല്ലേ കുറച്ചും കൂടി ഉഷാറാക്കണം ആ പിന്നെ ഒരു സാധനം ബാ നിങ്ങൾ രണ്ടാളും ബാ മൂന്നാളും ബാ നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരാം പ്രോട്ടീൻ പൗഡർ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പം നിങ്ങളിവിടെ നിങ്ങൾ രണ്ടാളും പാടെ 10 പുഷപ്പ് അടിച്ചാൽ പ്രോട്ടീൻ പൗഡറിന് ഒരു തുള്ളി തരാം അടി നിക്ക് മസിന് വരണം വാ കാണിക്ക് നിക്ക് അങ്ങോട്ട് താവട്ടത് അവിടെ ഇജ്ജും കടിക്കേ എന്താ ചെറിച്ചിക്കണേ അനങ്ങടെ കുണ്ടിയൊക്കെ അനക്കി ചെയ്യടാ 3 അല്ലല്ല നടക്കൂല വേറെ നിങ്ങൾ അങ്ങോട്ട് രണ്ടാളെ കൊണ്ടും നടക്കൂല അപ്പൊ നമുക്ക് വേറെ ചലഞ്ച് ചെയ്യാം ഇപ്പൊ എന്താ പറയണെന്ന് നമുക്ക് സത്യമായിട്ട് മനസ്സിലാവൂല അതുകൊണ്ടാണ് പിന്നെ ഒന്നും ഉണ്ടാത്തത് ആ ഞാനേ വാ കേറി വാ അന്നെ കാത്തിട്ടായിരിക്കണേ വാ ഇതാണ് നമ്മുടെ അതെ കോപ്പിറൈറ്റ് കിട്ടും എന്താണ് സിബൊന്നും ഇല്ലേ അപ്പൊ നമ്മുടെ ഒരു ഈ ചെറുക്കനെ ഒന്ന് ഇറക്കി വിട്ടാ പോ പിന്നെ നമ്മളുള്ള ചലഞ്ച് ഞാനൊരു പാട്ട് പാടാം അതിന്റെ അവസാനത്തെ അക്ഷരം വെച്ചിട്ട് നിങ്ങള് പാട്ട് പാടണം നിങ്ങൾക്ക് പ്രൈസ് ഞാൻ തരാം 100 രൂപ ഇത് വിജയിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയാം ഫസ്റ്റ് കാറ്റേ നീ വീശരുതിപ്പോൾ തോറ്റു ഞാക്കറിയില്ല വെച്ചിട്ട് എന്നാ പാട്ട് കുറച്ച് പാടേ നാലാ കിട്ടുള്ളേ എന്നാ കാ വെച്ചിട്ട് പാട് കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചായേ എന്താ വെച്ചിട്ട് പാട്ടില്ലേ ഇല്ലുമിനാട്ടി യാച്ചിട്ടില്ല പറയുന്ന പേര് വെച്ചൊന്നും പാട്ടില്ല പാട്ട് ഒഴിവാക്കാം അക്ഷരം വെച്ചിട്ട് വീട്ടുകാർ എല്ലാരും അക്ഷരം വെച്ചിട്ട് വീട്ടിലുള്ള ആൾക്കാരെ അക്ഷരം വെച്ചിട്ട് വീട്ടിലുള്ള ആൾക്കാർ വരും അല്ല ആന്ന് പറയുമ്പോ വീട്ടുപേര് പറയുമ്പോ ആ വെച്ചിട്ടൊരു വാക്ക് പറയണം വീട്ടുപേരിന്റെ ആ വെച്ചിട്ടോ ആരുടെ ആര് ഫൈസാരോ എടാ പൂച്ചനെ കാട്ടിയാണല്ലോ
സാ വെച്ചിട്ടൊരു വാക്ക് പറയുമ്പോ പെരയിൽ ആരെങ്കിലും ഉണ്ടോന്ന് പറയുമ്പോ സാബി സാഫി സൈ അയ്യ അങ്ങനെ എല്ലാ അക്ഷരം വെച്ചു എന്താണ് അവിടെ ഇങ്ങോട്ട് വേണ്ടേ മൈക്ക് പോയോ അവിടെ. അപ്പോൾ നമുക്ക് ആ ചലഞ്ച് നടക്കൂല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇതിൽ ഒരു 50 ഉറുപ്പിക വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇടുന്നുണ്ട്. ഇതിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് കണ്ടോ, ഒരു ബോക്സ് ചെറിയൊരു ടപ്പ. അപ്പോൾ ഇത് കറക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടാക്കാണ് ഇത് ഞാൻ ആണക്കും നിങ്ങൾ മൂന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ എനിക്ക് അവസരം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ ജയിക്കണ ആരാണോ തോൽക്കണത് തോറ്റ പുറത്ത്. അപ്പൊ ഇതിലിപ്പോ ഒരു സാധനം വെച്ചുകൊണ്ടു കണ്ടോ. ഇത് കറക്കിയതിന്റെ ശേഷം ഇത് എവിടെയെന്ന് കറക്റ്റ് പറയണം. ഫസ്റ്റ് റാസി അല്ലേ? ഫസ്റ്റ് റാസി. അപ്പൊ കുഞ്ഞിപ്പണ്ട് കറക്ക്. ഇല്ല ഇജ് നോക്കണ്ട, അനക്ക് അടുത്ത് തരാം. ഇപ്പൊ ഒറ്റക്ക് പറയട്ടെ, റാസി ഒറ്റക്ക് പറയട്ടെ. കറക്ക് അതിലാട്ടോ സാധനം നോയിക്കോ. റാസി കണ്ടില്ലേ? കറക്ക അതില സിനിമ ഇടയിൽ കൂടെ കറക്കിക്കോ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു. പെട്ടോ ഇക്കല്ല മനസ്സിലാ. ഒരു റൗണ്ട് കൂടി കറക്കും. അടി കൂടെ കാണാനൊന്നുമില്ലല്ലോ. നിർത്ത്. റാസിന്ന് പറ ഇതിലേയില്ല തോക്ക് തോറ്റു മാറി അതെവിടെ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ സാധനം കറക്റ്റ് വെച്ചു കൊടുക്ക് സെന്ററിൽ കേട്ടോ. സ്വത്തുമാക്ക അവസരമാ. ഞാൻ മൈക്ക് കൊണ്ടാ എന്നാ ഈ വർത്താനം പറ കേട്ടോ. അപ്പൊ ഇനി ഇത് കണ്ടില്ലേ, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇതാണ് ഇരിക്കണേ. കറക്റ്റ് കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. പൊക്കാതെ കറക്കട്ടോ. ഒരാൾക്ക് 2 ചാൻസ് ഇല്ല, ഒരാൾക്ക് 1 ചാൻസേ ഉള്ളൂ. മതി ഒരാളെ കൊടുക്കോളൂ. മനസ്സിലായില്ലല്ലോ. 50 പോയി. കുഴപ്പമില്ല, 50 കൊടുക്കാം. നമ്മൾ 50 കൊടുക്കാന്നാ പറയുന്നത്. 50 എടാ സിനു കോപ്പിറൈറ്റ് കിട്ടുന്ന പലവട്ടം പറഞ്ഞോട്ടോ. ഇങ്ങനെ പ്രാന്താക്കരുത്. അതിന് അടുത്ത ആള് 20-ന് സ്വത്തും മരിക്കുവോ? 20 ഉറുപ്പിയുടെ ചാൻസ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി 1000 ഉറുപ്പിയുടെ ചലഞ്ച് വെക്കും. അപ്പൊ ഇത് ആരാ ഇരിക്കണേ? അനക്ക് ഇരിക്കണോ? നമ്മുടെ 5 സീനും ഇരിക്കും. 1000 ഒക്കെ ഉണ്ട്. നമ്മടുത്ത് കാര്യമില്ലാന്ന് വിചാരം. നമ്മളെ ബാങ്ക് ബാലൻസ് എടുത്ത് നോക്കി അത് പിടിച്ചാ സാധനം കണ്ടോ അതിലാണ്. ഈ മൊയന്തിനെ മാറ്റിക്ക കൊണ്ടേക്ക. ശരി, അതിനെ പിടിച്ചാ അലപ്പാ പോടാ അവിടുന്ന്. സിനു കണ്ടില്ലേ? കറക്ക്. നീ സമയച്ചും കൂടി കറക്കിക്ക, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒറ്റ നിമിഷം കണ്ണു അതിലാട്ടോ സിനു. ശ്രദ്ധിച്ചു നോക്കരുത് കേട്ടോ. ഒക്കെ വിട്ടിരുന്ന് നോക്ക്. കള്ളക്കളിയല്ല, ഇവർക്ക് കുറച്ച് പ്രായമുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് വേഗം നോട്ട് ചെയ്യാൻ പറ്റും. ഇല്ല കള്ളക്കളിയില്ല. കണ്ണു പോത്തില്ല അല്ലേ സ്വന്തമ? സമയം ഇനി കറക്കട്ടോ. ചില്ലറ നേരെ കറക്കട്ടോ. 20 പോയതാ. നമുക്ക് 20-നൊക്കെ നല്ല പോലെ. കയ്യിന്ന് പോയോ? പറ തുറക്ക്. കുഴപ്പമില്ല, സംഭവം തോറ്റിക്കണു. അപ്പൊ ഇനി നമുക്ക് ഇനി ആർക്കാ ചാൻസ്? കുഞ്ഞിപ്പണി ഇരിക്ക് ബാ. നഞ്ഞ് സീനു കറക്കട്ടോ. സീനു ഡാ ഈ പീക്കറിനൊക്കെ മാറ്റിട്ട് ശരിയാ. എടാ പീക്കറിയാ പോടാ. 20 ഉറുപ്പിയുടെ ചലഞ്ചാണ്. എടാ ഒന്ന് ഓനെ കൊണ്ടോടാ പ്ലീസ്. അതിലാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതിലാണ് കേട്ടോ. കറക്ക് സീനു കറക്ക്. നേരെ നോക്കിക്കോട്ടെ. മൈക്ക് കുറച്ച് കയറ്റി പിടി. കണ്ണ് പൊത്തി വിടേണ്ടി വരുമോ?
ആ മതി 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 ആ അത് തുറക്ക് അതിലല്ല അതിലല്ല എന്നാ 20 റുപ്യ അത് നമ്മൾ ഇന്നത്തെ ചലഞ്ച് കഴിഞ്ഞു. അത്യാവശ്യം നല്ല വലിയ വീഡിയോ ആയിക്കണു. അപ്പോൾ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ബൈ.